ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനലിലൂടെ നോക്കാൻ പോകുന്ന നമ്മളെ ഫ്രീ ഫയർത്തിന് അൾട്രാ ലെവലായ പ്രോ പ്ലേയേഴ്സ് ഒക്കെ അവർ വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വളരെയധികം സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള റൊട്ടേഷൻ ഡ്രാഗിനെ കുറിച്ചാണ് ഇന്ന് ഗീസ് നമ്മളെ ചാനലിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നാല് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളോട് നിങ്ങൾ കറക്റ്റായിട്ട് പക്കായിട്ട് വെക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റൊട്ടേഷൻ ഡ്രാഗ് വർക്ക് ആവട്ടോ. അപ്പോൾ വളരെയധികം ഷോർട്ട് റേഞ്ചിൽ നമുക്ക് വൺ ടാപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏത് ഗണ്ണിലും നമുക്ക് കിടിലും വൺ ടാപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ പ്രൂഫ് സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ടൈമിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വലിയ മോട്ടിവേഷൻ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ കിടിലനായിട്ട് വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ ആയിട്ട് മാറും. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ ചങ്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കത് വലിയൊരു സപ്പോർട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആടിയുള്ള വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഹാക്കും അതുപോലെ തന്നെ പാനലൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കിടിലനാണെങ്കിൽ വൺ ടാപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും എല്ലാ കാണില്ല. അത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് റേഞ്ചിലാണ് കിടിലനായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് റേഞ്ചിൽ വൺ ടാപ്പ് അടിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിന് ബുദ്ധിമുട്ടായിട്ട് വരാം. പക്ഷേ നമുക്കിത് ഷോർട്ട് റേഞ്ചിൽ വളരെയധികം ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ വൺ ടാപ്പ് അടിക്കാൻ പറ്റും. അത് കിടിലനായ വൺ ടാപ്പ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്യുവർ ആലൈസ് ഹെഡ്ഷോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രൂഫ് സൈഡാണ് ഞാൻ ക്ലിപ്പൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ ഡ്രാഗ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട 4 ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സുകൾ നോക്കാം. അപ്പോൾ 4 ടിപ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയൊരു സെൻസിറ്റിവിറ്റീസ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് സീനൊന്നുമില്ല, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, കാര്യമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് ആയ ഒരു സെൻസിറ്റിവിറ്റീസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക, സെറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾ മൊബൈലിൽ. അപ്പോൾ എന്തായാലും സെൻസിറ്റിവിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പാളിച്ച പറ്റിയുണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വേണ്ട. അപ്പോൾ എന്തായാലും ഞാനത് കുറേ ടൈമിൽ ട്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ 2ലേക്ക് പോകട്ടോ. അപ്പോൾ ടിപ്സ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേ സെറ്റിങ്സ് ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റാമിനനുസരിച്ചുള്ള ഒരു ഡിസ്പ്ലേ സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലോ ഇൻ ഡിവൈസ് ആണെങ്കിൽ ഞാൻ എന്തായാലും ലാസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അനുയോജ്യമായ സെറ്റിങ്സ് ഇപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഹൈ ഡിവൈസ് ആണ് നിങ്ങൾക്ക് അനുയോജ്യമാണല്ലോ. അപ്പോൾ അൾട്രയിലൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും അൾട്രയിലൊക്കെ വെച്ച് പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ 8GB 6GB ഒക്കെ ആണെങ്കിൽ അൾട്രയിൽ വെച്ചുകൊണ്ട് പ്ലേ ചെയ്താലും മതി. ലാഗൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അതിൽ പ്ലേ ചെയ്താലും മതി. അപ്പോൾ അതൊക്കെ നമുക്ക് റിസൾട്ടിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ആയുള്ള ടിപ്സ്, അപ്പോൾ നമ്മളെ 3rd ടിപ്സ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫയർ ബട്ടൺ ആട്ടോ. ഫയർ ബട്ടൺ ആണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിന് അനുസരിച്ചുള്ള ഒരു ഫയർ ബട്ടൺ സൈസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുള്ളൊരു ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നെക്സ്റ്റ് ആയ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ 4ാമത്തെ ടിപ്സ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സ് ആണ്. എന്തായാലും ഞാൻ വീഡിയോൻ്റെ അവസാനം പറയട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് റൊട്ടേഷൻ ഡ്രാഗ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, നമ്മൾ എയിം ഐക്കൺ ആണ്. അപ്പോൾ എയിമിൻ്റെ ഐക്കൺ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മളെ മാക്സിമം അപ്പോൾ നമ്മൾ മാക്സിമം പ്ലേസ് ചെയ്യുന്നുണ്ട് ഡ്രാഗ് നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയ ഡ്രാഗ് ആയിരിക്കും, സിമ്പിളായ ഡ്രാഗ് ആണ്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ എയിം ഐക്കൺ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുന്നിലായിട്ട് ആ റൗണ്ട് കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ റെഡ് ആക്കിയിട്ടും കൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷേ ഈ റൊട്ടേഷൻ ഡ്രാഗിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തു കൂടാട്ടോ. അപ്പോൾ ഇത് വൈറ്റ് കളറായിട്ട് അപ്പോൾ ബോഡി ആയിട്ട് ഡിസ്റ്റൻസ് വേണം. അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് വേണം. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് റെഡ് ആക്കിക്കൊണ്ട് അപ്പോൾ നമ്മൾ എയിമിൻ്റെ ഐക്കണ് റെഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡ്രാഗ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വൈറ്റ് കളറായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡ്രാഗ് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ എൻ്റെ ഫയർ ബട്ടണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഡ്രാഗ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അവിടെ ഇപ്പോൾ ഒരു വര പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ സി തിരിച്ചെഴുതിക്കാൻ എങ്ങനെ ചെയ്തു അതേപോലെ. ഓക്കെ, അപ്പോൾ അതുപോലെ ഡ്രാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായ സ്റ്റെപ്പാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ലാസ്റ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 4ാമത്തെ
നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സ് ആട്ടോ. അപ്പോൾ നാലാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ആട്ടോ. അപ്പോൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളൊരു 10 മിനിറ്റ്, അപ്പോൾ ഒരു മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂറും വേണ്ട, അപ്പോൾ 10 മിനിറ്റ് പറ്റില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഡ്രാഗ് ചെയ്യാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു അൾട്രാ ലെവലായാലും പ്രോ പ്ലെയർ ആവട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോ പ്ലെയർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് എല്ലാവരും പ്രോ പ്ലെയർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.